നമസ്കാരം, ഞാൻ ഡോക്ടർ ചന്തു എസ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. ഇത് പ്രധാനമായും സന്ധികളിൽ വരുന്നൊരു അസുഖമാണ്. ഇത് ചെറുസന്ധികളിൽ ആരംഭിച്ച് രോഗം മൂർച്ഛിക്കുമ്പോൾ എല്ലാ സന്ധികളിലേക്കും വ്യാപിക്കുന്ന ഒരു അസുഖമാണ്. ഇതൊരു ജനിതകമായിട്ടുള്ള അസുഖമല്ല, എന്നാൽ ജനിതക ഘടകങ്ങളും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഒത്തുചേരുമ്പോൾ ഒരു അസുഖമാണ്. ഇത് നമ്മളെ പ്രതിരോധ കോശങ്ങൾ ജോയിൻസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് ഇത്. ഈ അസുഖത്തിന്റെ പ്രധാന ലക്ഷണം സന്ധികളിൽ വരുന്ന വേദന, നീർക്കെട്ട് എന്നിവയാണ്. അതിൻ്റെ കൂടെ തന്നെ രാവിലെ എണീക്കുമ്പോൾ സന്ധികളിൽ സ്റ്റിഫ്നെസ്സും ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ്. രോഗം മൂർച്ഛിക്കുമ്പോൾ ശരീരഭാരത്തിനുള്ള കുറവ്, ക്ഷീണം, പനി എന്നിവയും കാണപ്പെടുന്നുണ്ട്. രോഗം ശരിയായ സമയത്ത് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ലങ്സ്, ഹാർട്ട്, ഞരമ്പുകൾ, കണ്ണുകൾ എന്നിവയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ അസുഖത്തിനായിട്ടുള്ള പ്രധാന പരിശോധനകൾ ESR, CRP, പിന്നെ ആന്റിബോഡി ടെസ്റ്റുകളായ റുമറ്റോയ്ഡ് ഫാക്ടർ, ANTi-CCP എന്നിവയാണ്. എന്നാൽ റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവായ എല്ലാ രോഗികളിലും ഈ അസുഖം ഉണ്ടാകണമെന്നില്ല. റുമറ്റോയ്ഡ് ഫാക്ടർ നെഗറ്റീവായ രോഗികളിൽ ഈ അസുഖം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും പിന്നെ ടെസ്റ്റുകളും കൂടിച്ചേർന്നാണ് ഈ അസുഖം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് പ്രധാനമായും ഡിസീസ് മോഡിഫയിങ് ട്രീറ്റ്മെന്റ് ആണ്. സ്റ്റീറോയിഡുകൾ മാത്രമല്ല ഇതിന്റെ പ്രധാന ട്രീറ്റ്മെന്റ്. മാത്രമല്ല സ്റ്റീറോയിഡ് ദീർഘകാലം കഴിക്കേണ്ട ആവശ്യവുമില്ല. ഡിസീസ് മോഡിഫയിങ് ട്രീറ്റ്മെന്റിലൂടെ ഫലപ്രദമായി ഈ അസുഖം ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൂതന ട്രീറ്റ്മെന്റായ ബയോളജിക്കൽ ട്രീറ്റ്മെന്റും ഈ അസുഖത്തിന് ലഭ്യമാണ്. ബയോളജിക്കൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ പാർശ്വഫലങ്ങൾ വളരെ കുറവാണെന്നാണ്. ഇവ കിഡ്നി, ലിവർ എന്നിവയെ ബാധിക്കുവാൻ സാധ്യതയേ ഇല്ല. വളരെ ഫലപ്രദമായി ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ ഈ ബയോളജിക്കൽസ് വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റുമാണ്. ബയോളജിക്കൽസ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിലുള്ള ഒരു മോളിക്യൂൾ, ഒരു ഘടനയെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഇത് അഫക്റ്റ് ചെയ്യാതിരിക്കുകയും അത് കാരണം പാർശ്വഫലങ്ങൾ വളരെ കുറവുമാണ്. മാത്രവുമല്ല ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് നല്ല രീതിയിൽ കാണുന്നതുമുണ്ട്. മരുന്നുകൾ മാത്രമല്ല ആമവാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മരുന്നുകൾ പോലെ തന്നെ പ്രധാനമായും ഈ അസുഖത്തിന് വേണ്ടത് വ്യായാമവും കൂടെയാണ്. ഏത് സന്ധികളിലാണോ ഈ അസുഖം ബാധിച്ചിരിക്കുന്ന ആ സന്ധികളുടെ പ്രത്യേക വ്യായാമവും അതിനോടൊപ്പം തന്നെ നടത്തം, നീന്തൽ എന്നിവ ഈ അസുഖത്തിന് കൺട്രോൾ ചെയ്യാൻ സഹായകമാണ്. വ്യായാമത്തോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണ രീതികളും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. ഈ ആമവാദം പ്രധാനമായും കാണുന്നത് യങ് ഏജ് ഗ്രൂപ്പിലാണ്. കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭധാരണ സമയത്ത് സാധാരണഗതിയിൽ ഈ അസുഖം ഒരു പ്രശ്നവും ഉണ്ടാക്കാറില്ല. ചില മരുന്നുകൾ മാത്രം ഈ പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പാടില്ലാത്തതുണ്ട്. അത്തരം മരുന്നുകൾ മാറ്റി പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആമവാദം ശരിയായ ചികിത്സ ഉള്ള ഒരു രോഗമാണ്. നമ്മൾ ശരിയായ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ വേദനരഹിതമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത്തരം സന്ധികളിൽ വേദന അനുഭവപ്പെട്ടാൽ ഏർലി ആയിട്ട് തന്നെ റുമറ്റോളജിസ്റ്റിൻ്റെ സഹായം തേടി അസുഖം കണ്ടുപിടിച്ച് നേരത്തെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.